പ്രദേശത്ത് എല്ലാ വർഷവും ഇതൊക്കെ മാറ്റുന്നത് അവർ തന്നെയാണ്. അത് 2-3 ദിവസം കഴിഞ്ഞ് ഉത്സവത്തിന്റെ പൂവെല്ലാം ബാക്കി എല്ലാ ചടങ്ങുകളും പൂർത്തിയായതിനു ശേഷം 1-2 ദിവസം കഴിഞ്ഞ് അവർ തന്നെ മാറ്റണം. ഞങ്ങളോട് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടെങ്കിൽ ഒരു 10-20-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പ്രദേശവും വൃത്തിയാക്കി ഞങ്ങൾക്ക് അവിടുത്തെ ഒരു 1/2 ഏക്കർ അല്ല കുറച്ച് പൂ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിൻ്റെ അവരുടെ പ്രോപ്പർട്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നേരത്തെ നടന്നു. നിർമ്മാണ പ്രവർത്തനം കോർപ്പറേഷൻ്റെ കൺട്രോളിൽ, അവരുടെ കല്യാണ മണ്ഡപവും അവിടുത്തെ പ്രതിമ നിർമ്മിക്കുന്നതൊക്കെ തന്നെ അവർ ചെയ്യുന്നതാണ്. അപ്രതീക്ഷിതമായി മഴ വന്നപ്പോഴേക്കും അവിടെ കുറച്ച് വെള്ളം ഉയർന്നു. അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യേണ്ടത് ഞങ്ങളാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ കോർപ്പറേഷൻ നടത്തേണ്ട ഉത്തരവാദിത്വം 100% നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊങ്കാലയുടെ ശോഭ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് ജനങ്ങൾ തിരസ്കരിക്കും. മാത്രവുമല്ല, ഇത്തരത്തിൽ മനോഹരമായി നടന്ന ഒരു ആചാരത്തെ കേവലം രാഷ്ട്രീയ താല്പര്യം വച്ചുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടായിരിക്കും ചിലർക്ക് രംഗത്തിറങ്ങുന്നത് വച്ചുകൊണ്ട് വിവാദത്തിലേക്ക് വലിച്ചു വയ്ക്കുന്നത് ആരോഗ്യകരമല്ല. അതിൽ നിന്നും പിന്മാറണം, അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.